ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. അതായത് ഈ നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മുടെ അറിയുന്ന ആളുകൾക്കോ ആർക്കെങ്കിലും ഈ സ്ട്രോക്കൊക്കെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അത് പരിക്കൊക്കെ പറ്റിയ ആളുകളുണ്ടല്ലോ, റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ കാരണം കൊണ്ട് അവരിൽ ആ തുടക്കത്തിലുള്ള രോഗലക്ഷണം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ബലക്കുറവ് മാറി. പക്ഷേ പിന്നീട് അവർക്കുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ നേരത്തെ സ്ട്രോക്ക് ഉണ്ടായിരുന്ന ആൾ ഇപ്പം ഭയങ്കരമായിട്ട് അവർ എന്താണ് ഇറിറ്റബിൾ, അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എടുത്തടിച്ച പോലത്തെ പെരുമാറ്റം, അല്ലെങ്കിൽ എടുത്തടിച്ച പോലത്തെ സംസാരം, അല്ലെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പെരുമാറ്റം. ഉം. അല്ലെങ്കിൽ പിന്നെയുള്ളത് ചിലപ്പോൾ അവരുടെ ആ മൊത്തത്തിലുള്ള എനർജി മുഴുവൻ പോയി എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുക, ഈ കുളിക്കാനും പല്ല് തേക്കാനും ഡ്രസ്സ് ചെയ്യാനും ഒക്കെ നിർബന്ധിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വരുന്നൊരവസ്ഥ. പിന്നെയുള്ളത് അവരുടെ പെരുമാറ്റം ഭയങ്കര ഈ കുട്ടികളെ പോലെ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ. പിന്നെ ഈ നമുക്കിപ്പോൾ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലത്തെ പെരുമാറ്റമൊക്കെ ഇല്ലേ? അതായത് ഇപ്പോൾ സെക്ഷൽ അഡ്വാൻസ്മെൻറ്റ്, അങ്ങനെ സംസാരിക്കുക, സെക്ഷലായിട്ട് നോക്കുക, അല്ലെങ്കിൽ സെക്ഷലായിട്ട് കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകാറില്ലേ? അപ്പം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഫ്രോണ്ടൽ ലോബ്, ഇവിടെയുള്ള ഈ ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ഈ പെരുമാറ്റം, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ പരുക്ക് പറ്റുക, സ്ട്രോക്കോ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പരുക്കോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ ഒരു ഡാമേജ്, ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പെരുമാറ്റ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഏറ്റവും പ്രശ്നം ഈ കൂടെയുള്ള ആൾക്കാർക്കാണ്. കാരണം അവർക്കതൊരു എംബാരസിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചികിത്സിക്കാനൊക്കെ പറ്റും. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, പിന്നെ ചില മരുന്നുകൾ കൊടുക്കാം, പിന്നെ ഈ അണ്ടർലൈങ് പ്രോബ്ലം, അതായത് സ്ട്രോക്ക്, ബ്രെയിൻ ഇഞ്ചുറി, ഇതെല്ലാം ട്രീറ്റ് ചെയ്യണം. പിന്നെയുള്ളത് കൗൺസിലിങ്, പിന്നെ ഈ കെയർ ഗീവർ, അതായത് കൂടെയുള്ള ആളുകൾക്കുള്ള ഒരു സപ്പോർട്ട്, അവർക്കുള്ളൊരു കൗൺസിലിങ്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പരിക്ക് ഇതെല്ലാം അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബലക്കുറവോ അല്ലെങ്കിൽ അപ്പോഴത്തെ ഡാമേജ് മാത്രമുള്ള ഇമ്പ്രൂവ്മെൻ്റ് അല്ല, ആ മനുഷ്യനെ തന്നെ റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നന്ദി.